മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. അവനോട് ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്കു മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. കരം ഉയർത്തി ഒരു ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നൽകിയ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. 1-2 ചിന്തകളെ പരിശുദ്ധാത്മാവ് ഇതിലൂടെ നിങ്ങൾക്ക് നൽകും. നിങ്ങളത് സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് പകൽ നമ്മുടെ നടുവിൽ വെളിപ്പെടും എന്നതിന് സംശയമൊന്നുമില്ല. ആമേൻ. ഇനിയും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഡിസംബർ 31 വരെ ആമേൻ എനിക്ക് ശബ്ദം കിട്ടണം. അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. എല്ലാ ശബ്ദവും ഓരോ സെക്കൻഡ് കഴിയുന്തോറും കുറഞ്ഞ് തീർന്ന് ചോർന്ന് വരികയാണ്. 31 വരെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയാൽ മതി. പിന്നെ അങ്ങോട്ട് 21 ദിവസം ഉപവാസമാണല്ലോ. ഞാനിവിടെ മിണ്ടാതിരുന്നോളൂ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. അപ്പോൾ അതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. മാത്രമല്ല, ഇത്രയും കുറഞ്ഞു പോകേണ്ട കാരണം അവിടെ 40 ദിവസത്തെ പ്രേയർ നടന്നുകൊണ്ടിരിക്കുവാണ്. ആമേൻ. 40 വീടോളം ആമേൻ ആയിട്ടുണ്ട്. ഇനിയും 40 വീടുണ്ട്. ആകപ്പാടിന് ഒരു 4-5 ദിവസം കൂടെ ഉണ്ട്. ഇതിനകത്ത് ഇങ്ങനെ തീർക്കുമെന്ന ആമേൻ ഒരു വെപ്രാളത്തിലാണ് ഞാനും ആയിരിക്കുന്നത്. ഏതായാലും നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. അവിടെയും ദൈവത്തിൻ്റെ കൃപയാൽ ആമേൻ മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ ദൈവപ്രവൃത്തികൾ ഈ ആണ്ട് കഴിയുമ്പോൾ വരണം. വരുന്ന ചൊവ്വാഴ്ച മുതൽ, വരുന്നതല്ല, അടുത്ത ചൊവ്വാഴ്ച ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം മുതൽ 6 ദിവസം അവിടെയും ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. അതിൻ്റെ ബ്രൗഷർ അവൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ആൾ കോരുന്നില്ല. വീട്ടിനൊന്ന് വെച്ച് നിങ്ങൾ അത്യാവശ്യമുള്ളവർ എടുത്തുകൊണ്ട് പോവുക. ദൈവം കുറച്ച് നോട്ടീസേ ഉള്ളൂ. ആമേൻ. അത്യാവശ്യമുള്ളവർ കൊണ്ടുപോവുക. ദൈവം അതിനായി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ മഹത്വം കൊണ്ടിരിക്കട്ടെ. അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവിടുത്തെ മീറ്റിങ്ങിലും സമയക്രമം അനുസരിച്ച് രാവിലെയും വൈകുന്നേരവും ഉണ്ട്. വാഹനങ്ങളുള്ളവർക്ക് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വായിച്ച വാക്യത്തിലേക്കൊന്ന് വരാം. അവനോട് ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. പിന്നെന്താ പറഞ്ഞ്? ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ എന്ത് വരും? സൗഖ്യം വരും. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങളെല്ലാവരും? അതോ ഇനിയിപ്പോൾ മഴയാണ്, പെട്ടെന്ന് വീട്ടിൽ പോകാമെന്ന് പറയുന്നവരാണോ? ഹല്ലേലൂയ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുവാണ്. ഇത്തിരി പെട്ടെന്ന് തീർത്തെങ്കിൽ പെട്ടെന്ന് പോകും. ഞാൻ പെട്ടെന്ന് തീർക്കും. നിങ്ങൾ വളരെ പരിശ്രമിച്ച് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീർക്കും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. ആമേൻ. ഈ അധ്യായം വായിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തിട്ടില്ല, പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണം അല്ലേ? അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തിട്ടില്ല, പിന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്? പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ചിലരൊക്കെ അറിയപ്പെടുന്നത് പേരിലല്ല, പൊസിഷനിലാണ് അല്ലേ? നമുക്കൊരു ഗവർണറുണ്ട്. പേരറിയാമോ? ഗവർണറുണ്ടെന്നറിയാം. കഴിഞ്ഞ ദിവസം കാറിലും കണ്ടോ കേരളത്തിൽ വന്നപ്പോൾ ആമേൻ ചിലതൊക്കെ അവിടെ സംഭവിച്ചത് ആമേൻ ഈ പത്രത്തിലൊക്കെ നമ്മൾ കണ്ടു. 1:15 കഴിയണം. ഓക്കെ. അപ്പോൾ പത്രത്തിൽ നമ്മൾ കണ്ടു ഗവർണർ വന്നു. ആമേൻ. പുള്ളിയുടെ പേരറിയത്തില്ല, ഗവർണറുണ്ട്. ശരിയല്ലേ? ആമേൻ. പിന്നെ പ്രധാനമന്ത്രിയുടെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, മുഖ്യമന്ത്രിയുടെ പേരും അറിയാം. ഇങ്ങനെ ചിലരെ അറിയുന്നത് പൊസിഷനില്ല. അത് നമ്മുടെ ഗവർണറാണ്. ആദ്യമായിട്ടായിരിക്കും കാണുന്നത്, പക്ഷേ പേര് നമുക്ക് നേരത്തെ അറിയാം. ആ പൊസിഷൻ. ഈ യേശുവിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ബൈബിൾ പറയുന്നത് ശതാധിപൻ. ആരാണ്? ശതാധിപൻ. ഇന്ന് ഈ ശതാധിപൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തുവാ? ശതം എന്ന് പറഞ്ഞാൽ 100. ശതം എന്ന് പറഞ്ഞാൽ 100. അതിൻ്റെ അധിപൻ, 100 പേരുടെ അധിപനാണ് ആരാ? ഈ പുള്ളിക്കാരൻ. ശ്രദ്ധിക്കണം. ഈ 100 പടയാളികൾക്ക് മേലധികാരിയാക്കി അവിടുത്തെ പട്ടാളം വച്ചിരിക്കുന്ന ഒരു പുള്ളിയാണ് ഈ ശതാധിപൻ. ഇദ്ദേഹം പറയുന്നു, എൻ്റെ കീഴിൽ 100 പടയാളികളുണ്ട്. ഈ 100 പടയാളികളോട് എന്തു പറഞ്ഞാലും അവർ അനുസരിക്കും. പിടിച്ചോണ്ട് വരാൻ പോരാ, പിടിച്ചോണ്ട് പോകും. പോകാൻ പറഞ്ഞാൽ അവൻ പോകും. ഇരിക്കാൻ പറഞ്ഞാൽ അവൻ ഇരിക്കും. എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. ഇങ്ങനെയുള്ള ഒരു അധികാരം ആരുടെ കൈവശമുണ്ട്? ഈ ശതാധിപൻ്റെ കയ്യിലുണ്ട്. ഒരിക്കൽ ഈ ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു വിഷയം യേശുവിനോട് പറയുന്നു. യേശുവേ, എൻ്റെ വീട്ടിൽ ഒരു ബാല്യക്കാരനുണ്ട്. ആമേൻ. അത് മകനാണോ എന്നറിയത്തില്ല, അത് ദാസനാണോ, ആരാന്നൊരു പിടുത്തമില്ല. ഒരു ബാല്യക്കാരൻ അവിടെ കിടക്കുന്നുണ്ട്. ആ ബാല്യക്കാരനെ നോക്കിയിട്ട് ഇങ്ങനെ പറയുവാണ്, പക്ഷവാതം പിടിച്ച് കിടക്കുക. എന്ത് പിടിച്ച് കിടക്കുവാണ്?
ആ പദം മറക്കണ്ട. പക്ഷപാതം എന്ന രോഗത്താൽ ഒരു ബാല്യക്കാരൻ ഇവിടെ കിടക്കുവാണ്. ഞാൻ നിങ്ങളോട് പറയാം, യേശു എവിടെയാ വന്നതെന്നറിയാമോ? ആ സ്ഥലത്തിന് ഒരു പേരുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് കബർന്നഹൂം എന്നാ. എന്താ സ്ഥലത്തിൻ്റെ പേര്? ഈ കബർന്നഹൂം നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടല്ലേ. ഇനി മർക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് 2-ാം അധ്യായത്തിലാണ് ഈ കബർന്നഹൂം ആ സുവിശേഷത്തിൽ ആദ്യം കാണുന്നത്. ശ്രദ്ധിക്കണം. അവിടെയും കബർന്നഹൂമിൽ യേശു വന്നൊരു വീട്ടിൽ കയറി അങ്ങ് ഇരുന്ന് കഴിഞ്ഞ് 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജനം വന്നങ്ങ് പൊതിഞ്ഞു. ജനം പൊതിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ വാഴത്തോപ്പിലൂടെ 4 പേര് ചേർന്നൊരു കട്ടിലും പൊക്കി വാഴത്തോപ്പിലൂടെ കൊണ്ടുവരിക. ഈ കട്ടിലിൻ്റെ മുകളെ നോക്കിയപ്പോൾ നാട്ടുകാരെ കൊണ്ട് ഒരു മനുഷ്യനെ എടുത്ത് കിടത്തിയേക്കുക. സ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ട് കട്ടിലേക്ക് കൊണ്ടുവരിക. ഞാനൊരു കാര്യം പറയട്ടെ, ഈ മനുഷ്യനെ കൊണ്ടുവന്ന് മുറ്റത്തോട് ചേർത്തപ്പോൾ പറയുവാണ്, ഒന്ന് മാറിത്തരുവാണെങ്കിൽ യേശുവിൻ്റെ അടുത്ത് ഈ മനുഷ്യനെ കൊണ്ടുവച്ചേച്ച പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങിത്തരാം. ഇരിക്കുന്ന ഒറ്റ പുള്ളികളും മാറിക്കൊടുത്തില്ല. ഒരു സ്വത്രം കൂടെ പറഞ്ഞ് ഹല്ലേലൂയ. ഇരിക്കുന്ന ഒറ്റ എണ്ണം മാറിക്കൊടുക്കരുത്. നിങ്ങളുടെ സീറ്റ് നിങ്ങൾ വിടരുത്. ഹല്ലേലൂയ പറ. ചിലരൊക്കെ ഇവിടെ മാറിയിരിക്കുക, വേണമെങ്കിൽ വന്ന് ഇരുന്നോളാം, പോട്ടെ. ഇരിക്കുന്ന ഒറ്റ എണ്ണം എന്ത് ചെയ്തില്ല, മാറിക്കൊടുത്തില്ല. നിങ്ങൾ ആരും മാറരുത്. മാറാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ സീറ്റിൽ ഉറപ്പിക്കണം. ഹല്ലേലൂയ. ഈ ഒറ്റ എണ്ണവും പറഞ്ഞ് ഒരുത്തരും മാറിക്കൊടുത്തല്ല. അവർ പറഞ്ഞു, ഞങ്ങൾ ഇറങ്ങിയേച്ച് നിങ്ങൾ പോയാൽ മതി. നിങ്ങൾ എന്നാതിനാ വന്നേ? സൗഖ്യം വാങ്ങിക്കാനാ അല്ലേ? ഈ കട്ടിലേക്ക് കിടക്കുന്ന മനുഷ്യൻ എന്ത് കിട്ടണം? സൗഖ്യം കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ സിറ്റ് ഔട്ടിരിക്കുന്ന പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങൾ മേടിക്കാൻ വന്ന സാധനം മേടിക്കാനാണ് ഞങ്ങളും ഇരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അവർ മേടിക്കാൻ വന്ന സാധനം മേടിക്കാൻ ആരും ഇരിക്കുന്നത്? ഈ പ്രിയപ്പെട്ടവർ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ പറയാം, അതങ്ങനെ ക്യൂ നിന്നാ കിട്ടത്തില്ലെന്ന് ഈ വന്ന പാർട്ടി തെളിയിച്ചു കൊടുത്തു. ശ്രദ്ധിക്കുക. ക്യൂ നിന്നാ കിട്ടത്തില്ലെന്ന് കട്ടിലും ചുമന്നുകൊണ്ട് ഇന്നവർ തെളിയിച്ചു കൊടുക്കുക. പിന്നെ എങ്ങനെ കിട്ടുന്നത്? ഞാൻ പറയാം, ക്യൂ നിന്നാ കിട്ടുന്നതല്ല, വിശ്വസിക്കുന്നവൻ ആദ്യം ലഭിക്കുന്നതാ. ഇന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പറയുന്നു, ഇത് ക്യൂ നിന്നാലോ സീനിയാരിറ്റി ഉണ്ടോ കിട്ടുന്നതല്ല, ഇത് വിശ്വസിക്കുന്നവന് കർത്താവ് കൈമാറുന്നത്. ഇന്ന് പകൽ ഇത് സീനിയോറിറ്റിയിൽ കിട്ടുന്നതല്ല, ഇത് ക്യൂ നിന്നാൽ ലഭിക്കുന്നതല്ല. ഇന്ന് നിനക്ക് ലഭിക്കുന്നത് വിശ്വാസം കൊണ്ട്. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കൈമാറുന്ന വിശ്വസിക്കുന്നവൻ അതാദ്യം പ്രാപിക്കാൻ പോവുകയാ. മനുഷ്യരാ ഇച്ചിരി സിറ്റ് ഔട്ട് ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ അങ്ങനെ തന്നെ ഇരിപ്പാ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവരകത്ത് കണ്ടൊരു കാഴ്ചയുണ്ട്. അത് നോക്കണമേ, അകത്തെ മേൽപ്പുര പൊളിച്ചു തുറന്ന യേശു ഇരിക്കുന്നിടത്ത് ഈ മനുഷ്യനെ കിടക്കയോടെ ഇറക്കി വെച്ചോ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച എന്നാന്നറിയാമോ? കട്ടിലിൽ എടുത്തോണ്ട് വന്ന പുള്ളി കട്ടിലിനെയും എടുത്തോണ്ട് ഈ വാതിൽ വഴി നടന്നു പോവുക. ഞാൻ നിങ്ങളോട് പറയാം, കബർന്നഹൂമിൽ അന്ന് ഒരു മനുഷ്യനെ പക്ഷവാതം പിടിച്ച രോഗിയെ എടുത്തോണ്ട് വന്നതാ. അങ്ങനെയാണെങ്കിൽ ആ സംഭവം ദേശത്തെ ഇളക്കി എന്നത് വാസ്തവമാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇതിനകത്ത് നിങ്ങളോട് പറയുകയാണ്, ജനത്തിൻ്റെ ഇടയിൽ ഇളക്കം തട്ടുന്ന ചില അത്ഭുതങ്ങൾ ആ കബർന്നഹൂമിൽ നടന്നപ്പോൾ പട്ടണം ഇളകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ശതാധിപൻ അടുത്തും ചിന്തിക്കുക, ഇനിയും യേശു എങ്ങാനും വന്നാൽ ഇതുപോലെ ഇളക്കാൻ തക്കവണ്ണം ചിലത് കിടക്കുന്നുണ്ട്. ഇന്ന് പകലിൽ ഒരിക്കൽ അത്ഭുതം കണ്ട നീ ഇനിയും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതുവരെ കാണാത്ത ചില ദൈവപ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഇന്ന് പകലിൽ തരാൻ തയ്യാറാണ്. Receive the power. Shabaraka manashe alka proudi birigadaga antar kamarayatana riba shamanagadaga shaidi birigadagase യേശുവിന്റെ നാമത്തിൽ ജയ. ഇന്ന് പകൽ ദൈവാത്മാവ് അതിശക്തമായി പറയുന്നു, നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തും ചില പ്രവൃത്തികളെ വെളിപ്പെടുത്താൻ ദൈവം തയ്യാർ. നിനക്ക് വേണ്ടി ഇനിയും ചെയ്യാൻ ദൈവം തയ്യാറാണ്. ഈ ബൈബിൾ ഇങ്ങനെ പറയുന്നു, കബർന്നഹൂമിൽ രണ്ടാമതും യേശു വന്നു.
ശ്രദ്ധിക്കുക, ഈ മത്തായി സുവിശേഷം എന്ന് പറയുമ്പോൾ രണ്ടാമതും കഫർന്നഹൂമിലേക്ക് യേശു വരുന്നൊരു സന്ദർഭമാണ്. ആമേൻ. കഫർന്നഹൂമിൽ 2 പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം യേശു പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഈ പ്രസംഗവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുക, 2ാം തവണയും യേശു കഫർന്നഹൂമിലേക്ക് വന്നപ്പോൾ ഒരു ശതാധിപൻ യേശുവിനെ കാണാൻ വരിക. യേശുവിനെ കാണാൻ വന്നിച്ചു പറഞ്ഞ, കർത്താവേ, ഇതിന് മുൻപൊരു തവണ വന്നപ്പോൾ കട്ടിലിൽ പൊക്കിക്കൊണ്ട് വന്നവൻ തിരിച്ച് കട്ടിലും പൊക്കിക്കൊണ്ട് പോയത് ഞങ്ങൾക്കറിയാം. അങ്ങനാണെങ്കിൽ അവൻ്റെ രോഗം പിടിച്ച് പലരും ഈ പട്ടണത്തിൽ കിടക്കുക. ശ്രദ്ധിക്കുക, അന്നത്തെ രോഗിയും എന്ത് രോഗിയായിരുന്നു? പക്ഷവാത രോഗി. ഇപ്പൊ ശതാധിപൻ പറഞ്ഞതും എന്താ രോഗം? പക്ഷവാത രോഗം. ശ്രദ്ധിക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞത്, എൻ്റെ വീട്ടിലെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് വീട്ടിൽ കിടക്കുവാണ്, ദീനമായി കിടക്കുക. അതിൻ്റെ അർത്ഥം നേരത്തെ രോഗവും പക്ഷവാതവുമാണ്, ഇപ്പോഴത്തെ രോഗവും പക്ഷവാത രോഗമാണ്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ചില ഏരിയകളിൽ ഇതുപോലെ തന്നെയാ, ഒരേ രോഗങ്ങൾ ഒരുപാട് പേരിൽ വ്യാപരിക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് ദേശത്തെ അടക്കി ഭരിക്കുന്ന ഒരു സ്പിരിറ്റാ, ദേശത്തെ അടക്കി ഭരിക്കുന്ന ഒരു പൈശാചിക ശക്തിയാ. കഴിഞ്ഞ ദിവസം ഇന്നലെ മെനഞ്ഞാന്ന് ഞാൻ അരിമാനൂറിനടുത്തൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ വീട്ടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതാ. പെട്ടെന്ന് ആ വീട്ടിലെ ആ കർത്താവിൻ്റെ ദാസൻ, ആമേൻ, ഞങ്ങളുടെ ചർച്ചിലെ മെമ്പറാണ് കേട്ടോ, അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് എന്നോടൊരു വിഷയം പറഞ്ഞു. കുടുംബത്തിൻ്റെ വിഷയമുണ്ട്, മക്കളുടെ വിഷയമുണ്ട്, കുടുംബക്കാരുടെ വിഷയമുണ്ട്, ഭവനം പണിയുടെ വിഷയമുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ പ്രത്യേകിച്ചൊരു വിഷയമുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് വിഷയം? അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ ഈ ദേശത്ത് ഒരുപാട് വിധവമാരുണ്ട്, പാസ്റ്റർ അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ആമേൻ. അതേ പറഞ്ഞതിൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ, ഈ വിധവമാരായതിൻ്റെ കാരണം അവർക്ക് ഭർത്താക്കന്മാരുണ്ടായിരുന്നു, പക്ഷെ ഭർത്താക്കന്മാർ മരിച്ചുപോയി. ശ്രദ്ധിക്കുക, അങ്ങനെ ഒന്നല്ല, ഒരുപാട് വീടുകളിൽ ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് മനസ്സിലായി, ഒന്ന് പ്രാർത്ഥിച്ചാൽ ആ കെട്ട് പൊട്ടും. ആമേൻ. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നെയ്യാറ്റിൻകര 40 ദിവസത്തെ പ്രയറുമായിട്ട് ഞാനിങ്ങനെ ചില ഏരിയകളിലൊക്കെ കടന്നു പോകുമ്പോൾ നെയ്യാറ്റിൻകരയുടെ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടുത്തെ 1-2 ഫാമിലീസ് എന്നോട് പറഞ്ഞത്, പാസ്റ്ററെ, ഈ സ്ഥലം, ഈ ലൊക്കാലിറ്റി ഒരു 1 കിലോമീറ്റർ ചുറ്റളവിനകത്ത് അനാവശ്യമായ ദുർമരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ആമേൻ, ആത്മഹത്യകൾ, ട്രെയിനിൽ ചാടി മരിക്കുന്നു, കയറിക്കെട്ട് തൂങ്ങുന്നു, ആമേൻ, കുളത്തിൽ ചാടുന്നു, ആക്സിഡന്റിൽപ്പെട്ട ഇങ്ങനെ ദുർമരണങ്ങൾ പലതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആത്മഹത്യാ സ്പിരിറ്റുകൾ, ജീവിതം ഒഴിവാക്കുന്നവർ. ചില ദേശങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ അറിയത്തില്ല, ആ ദേശത്ത് വ്യാപരിക്കുന്ന പൈശാചിക ശക്തി ഒരുപോലെ ജനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഞാനും നിങ്ങളോട് പറയാം, ഈ കഫർന്നഹൂമിൽ എന്തോ അന്ത് കർത്താവ് പോയപ്പോൾ കണ്ടത് പക്ഷവാത രോഗി, 2ാം തവണയും കർത്താവ് കാണുന്നത് പക്ഷവാത രോഗിയാ. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, കർത്താവ് അതിൻ്റെ കെട്ട് പൊട്ടിക്കാൻ പോവുക. ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെയൊക്കെ ദേശത്തിൻ്റെ മേൽ കുടിയിരുന്ന ഒരുപോലെ പലതിനെയും രോഗിയാക്കി ദണ്ഡിപ്പിക്കുന്ന പൈശാചികമായ ചില ആധിപത്യങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവ് അതിനെ അഴിച്ചു കളയാൻ, കർത്താവ് അതിനെ പൊട്ടിച്ചു കളയാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ഇന്ന് പകലിൽ ആ ദൈവശക്തി ഇതിനകത്ത് ചലിക്കട്ടെ. നിന്റെ ദേശത്തിന്റെ മേൽ, കമോൺ, നിന്റെ കുടുംബങ്ങളുടെ മേൽ, നീ പാർക്കുന്ന പട്ടണത്തിന്റെ മേൽ ആ മഹത്വം ഇറങ്ങട്ടെ. Receive the fire of God. Shaba Rakamana Shekir Yamtana Rakshaskamanagadaga Shaidibigadagasi മഹത്വം ചലിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകലെ ഹോളിനകത്തെ ശക്തിയോടെ പറയുന്നു, ചില ദേശങ്ങളുടെ മേൽ ആധിപത്യം എടുത്തിരിക്കുന്ന ദുർസ്പിരിറ്റുകൾ ഇന്ന് പകൽക്കാലം മാറാൻ പോവുകയാ. ആമേൻ. ഹല്ലേലൂയ. 2ാം തവണയും പക്ഷവാതം എന്ന അസ്വസ്ഥതയാൽ യേശുവിൻ്റെ മുമ്പിൽ വെളിപ്പെടുക. യേശു പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാം, കാരണം കിടക്കുന്നവൻ ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാ. കട്ടിലോടെ പൊക്കിയെടുത്തത് കഫർന്നഹൂമിലെ അനുഭവമായതുകൊണ്ട് യേശു പറഞ്ഞു, പൊക്കിയെടുക്കണ്ട, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കാം. ശ്രദ്ധിക്കണം, യേശു അങ്ങോട്ട് പറയുവാണ്, ഞാൻ വന്ന് അവൻ എന്ത് ചെയ്യാം? സൗഖ്യമാക്കാം. വിളിച്ച പല വീട്ടിലും യേശു പോയിട്ടില്ല. അവരോട് യേശു പറഞ്ഞ വാക്കോർമ്മയുണ്ട്,
വരുന്നുണ്ടോ? പെക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ ഭവിച്ചിരിക്കുന്നു. എന്നാൽ ശതാധിപൻ പറഞ്ഞ വാക്ക് കേട്ടിട്ട് യേശു പറഞ്ഞു, പണ്ട് കബർന്നഹൂമിൽ നടന്നത് കട്ടിലും പൊക്കി എൻ്റെ അടുത്ത് കൊണ്ടുവന്നതാ, ഇനിയും അതുണ്ടാകാതിരിക്കാൻ യേശു പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങൾ ഇനിയിപ്പോൾ കട്ടിലും പൊക്കി വന്ന വീടിൻ്റെ മേൽക്കൂരയൊക്കെ പൊളിച്ചു തുറന്ന കണ്ട വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതാ ഞാൻ അങ്ങോട്ട് വരുന്നതല്ലേ. കരമുയർത്തി ഒരു ഹല്ലേലൂയ, ആമേൻ. പെട്ടെന്നാണ് ശതാധിപൻ റൂട്ട് മാറ്റി. ശതാധിപൻ വാക്കുമാറ്റി വെച്ച് പറഞ്ഞു, കർത്താവേ നീ വരണ്ട. ശതാധിപൻ എന്നാ പറഞ്ഞ്? നീ വരണ്ട. ശ്രദ്ധിക്കണം, ആമേൻ. യേശു അത്ഭുതപ്പെട്ടു. എടാ, എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഓരോരുത്തരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ വരുവോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞവൻ എൻ്റെ മുഖത്ത് നോക്കി പറയുക, യേശു എൻ്റെ വീട്ടിൽ വരണ്ട. ആമേൻ. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ. യേശു ഞെട്ടിപ്പോയി, ചോദിച്ചു, എന്തുകൊണ്ട് വരണ്ട? ശതാധിപൻ അതിൻ്റെ മറുപടി വെളിപ്പെടുത്തി, കർത്താവേ നീ എൻ്റെ പുരയ്ക്കകത്ത് വരാനുള്ള യോഗ്യത എനിക്കില്ല. അവൻ നീ ആരാന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് ഈ ശതാധിപൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ, എൻ്റെ വീട്ടിനകത്ത് വരാനുള്ള യോഗ്യത എനിക്കില്ല. നീ എത്ര ശ്രേഷ്ഠൻ, നീ എത്ര വലിയവൻ, നീ എത്ര ഉന്നതൻ, നീ ആരാന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ശതാധിപൻ പറഞ്ഞു, അങ്ങന്റെ വീട്ടിൽ കയറാനുള്ള യോഗ്യത എനിക്കില്ല. ആമേൻ. യേശു നിന്റെ വീട്ടിൽ വരേണ്ട യോഗ്യത നിന്റെ പൊസിഷൻ അല്ല. യേശു നിന്റെ വീട്ടിൽ വരേണ്ട യോഗ്യത നിന്റെ സർട്ടിഫിക്കറ്റ് അല്ല. യേശു നിന്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത നിന്റെ പഠിപ്പല്ല, നിന്റെ ഭവനമല്ല, നിന്റെ സമ്പത്തല്ല. ഇന്ന് പകൽ വിളിച്ചു പറയാ, നീ താഴ്മയുള്ളവനാണെങ്കിൽ നിന്റെ അടുത്ത് ഉന്നതത്തിൽ നിന്ന് സ്വർഗം ഇറങ്ങി വരുന്നത്. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? ഇന്ന് പകലിൽ താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്ന, താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്ന, എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമത്രേ എന്റെ ദൈവം. കർത്താവ് പറയുക, ആമേൻ. പൊസിഷൻ അല്ല നിന്റെ യോഗ്യത, ജോലിയല്ല നിന്റെ യോഗ്യത, ബിസിനസ് അല്ല നിന്റെ യോഗ്യത. ദൈവസന്നിധിയിൽ നീ ഒന്നുമല്ലെന്ന് പറയുമെങ്കിൽ നിന്റെ പണമോ പ്രതാപമോ കഴിവോ ജോലിയോ സർട്ടിഫിക്കറ്റോ നിന്റെ പ്രശംസിപ്പാൻ ലോകത്തിലുള്ളതൊന്നും ഒന്നുമല്ലെന്ന് എപ്പോ പറയുമോ സ്വർഗം പറയും, അതാണ്ടാ നിന്റെ യോഗ്യത. ഇന്ന് പകൽ ഒന്നുമില്ലാത്ത ചിലതിനെ അവൻ വിളിച്ചു നിർത്തി കർത്താവ് ശ്രേഷ്ഠ പദവികളെ കൊടുത്തെങ്കിൽ ഇന്ന് പകൽ നിന്റെ യോഗ്യത ഈ കാണുന്നതിലല്ല, മറിച്ച് ഒന്നുമല്ലെന്ന് നീ സമർപ്പിക്കുമെങ്കിൽ അതാ സ്വർഗം യോഗ്യതയായി പ്രഖ്യാപിക്കുന്നു. ശതാധിപൻ പറയുക, എൻ്റെ വീട്ടിൽ വരണ്ട. പെട്ടെന്ന് യേശു പറഞ്ഞു, നീ വരണ്ടെന്ന് പറഞ്ഞാൽ ശരി, വരുന്നില്ല. എന്നിട്ട് ശതാധിപൻ പറഞ്ഞ ഒരു വാക്കൂടെ ഉണ്ട്, പിന്നെ എന്നാ ചെയ്യണ്ടേ? കർത്താവേ നീ ഇവിടെ നിന്നിട്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരൻ വീട്ടിലെഴിക്കും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പറയുക, വീട്ടിൽ വരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. ഇനി ഈ ശതാധിപൻ പറയുക, വരണമെന്നില്ല, പിന്നെന്ത് ചെയ്താൽ മതി? ഒരു വാക്ക് അയച്ചാൽ മതി, അവൻ എഴിക്കും. ആമേൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പറയുക, യേശുവിൻ്റെ വാക്കിൻ്റെ ശക്തി എന്തെന്ന് ചിലർക്ക് വേണ്ടി കർത്താവ് തെളിയിക്കാൻ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് അതിനെ പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുക. യേശുവിൻ്റെ വാക്കിൻ്റെ ശക്തി എന്തെന്ന് ദേശത്തിൻ്റെ നടുവിൽ കർത്താവ് അതിനെ പ്രൂവ് ചെയ്യുവാൻ, തെളിയിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിച്ചാൽ ഇന്ന് പകല വാക്ക് നിന്റെ വീട്ടിനകത്ത് ചലിക്കാൻ പോകുകയാ. വിശ്വസിച്ചാൽ വാക്ക് നിന്റെ ഭവനത്തിൽ ചലിക്കാൻ പോകുകയാ. വിശ്വസിച്ചാൽ വാക്ക് നിന്റെ കുടുംബത്തിൽ ചലിക്കാൻ പോവുകയാ. യേശുവിന്റെ നാമത്തിൽ ജയ. റീബൽ പ്രൗഢി വിരികടക രക്ഷസ് കമന ഘടകസി അത്യുന റഗൽ കമന ഘടക ശന്തൽ കമന ഘടകസി. ഓ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ആമേൻ. കർത്താവ് പറയുക, ഞാനത് തെളിയിക്കാൻ പോവുക.
ശതാധിപന് നല്ല ഉറപ്പുണ്ട്, യേശു നടന്നെൻ്റെ വീട്ടിൽ വരുന്നതിനേക്കാൾ വേഗത്തിൽ ആ വാക്കെൻ്റെ വീട്ടിൽ ചെല്ലും. ഇന്ന് ചിലരോട് പരിശുദ്ധാത്മാ പറയുന്നു, നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ യേശു നടന്നെത്തുന്നതിന് മുൻപ് ഈ വാക്ക് ശരവേഗത്തിൽ എത്താൻ പോവുകയാ. ചില വിടുതലുകൾക്ക് വേണ്ടി വിശ്വസിക്കുന്നവന് വാക്ക് ചലിക്കാൻ പോവുക. വിശ്വസിക്കുന്നവരുടെ വാക്ക് ചലിക്കാൻ പോവുക. അഭിഷേകമുള്ളവന്റെ വാക്ക് അസാധാരണമായ കരുത്തോട് ഈ ദിവസങ്ങളിൽ പുറത്തു വരും. Come on now, receive the power. ദൈവശക്തി നിന്റെ വാക്കിന്മേൽ ഇറങ്ങട്ടെ, നിന്റെ ശബ്ദത്തിന്റെ മേൽ ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയ. ചില വാക്കുകളെ ആത്മാവിന്റെ സാന്നിധ്യം നിന്റെ നാവിന്മേൽ ഒരു തീയായി തൊടുക. ദൈവം തൊടുക. അഭിഷേകം അഗ്നി പോലെ യേശുവിൻ നാമത്തിൽ തീ ഇറങ്ങട്ടെ. Raba laba labasia riba shamtheniya rakshas kabariyatana rikabalaba vandal kamanagadaga vaidan janadana riba shamanagadaga atuna ragal kamanagadaga atma sanithyam oru thee pole chalikata wow oh raba baba shara dhara riba laba shara dhara Regal Kara Thara Mana Shekhe Riva Laka Marekenia. Yes, in mighty name of Jesus. Aridakku Deivatma parayunnu. Amen. ആ ശക്തി വാക്കുകളിൽ ചലിക്കാൻ പോവുകയാ. ആത്മസാന്നിധ്യം ഇന്ന് വാക്കുകളിൽ ചലിക്കട്ടെ. ദൈവശക്തി വാക്കുകളിലൂടെ വെളിപ്പെടട്ടെ. റബബ ശന്തന റികൽ ലമസി യംഥേനിയ Rakshaskamanagadaga, Shaidibirigadaga, Regalkamanagadaga, Shandal Proudibirigadagasi. In the mighty name of Jesus. Amen. ഈ സദാധിപൻ പറഞ്ഞത് ഒരു വാക്കു മാത്രം മതി. ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുൻപ് എൻ്റെ ബാല്യക്കാരൻ എഴുന്നേറ്റിരിക്കും. ആമേൻ. വിശ്വസിക്കുന്നവനാ ഈ വാക്ക് ചലിക്കാൻ പോകുന്നത്. വിശ്വസിക്കാത്തവന്റെ മേൽ ഈ വാക്ക് ചലിക്കത്തില്ല. കബർനഹൂമിൽ ഒരുപാട് രോഗികളുണ്ട്, പക്ഷെ ആർക്കും ഈ വാക്ക് ആമേൻ ചലനം സൃഷ്ടിച്ചില്ല. വിശ്വസിച്ചവന് ഈ വാക്ക് ചലിക്കുകയാണ്. ശൽബ റൽബ റത്തോരിയ രക്ഷസ്കമന വൈഡം ജനാധര റീബൽ പ്രൗഢിവിരികടക രക്ഷസ്കമനകടകസെ വിശ്വസിച്ചവൻ ഈ വാക്ക് ചലിക്കുകയാണ്. ഇന്ന് മെസ്സേജ് കേൾക്കുമ്പോഴും വിശ്വസിക്കുന്നവന് വേണ്ടി വാക്ക് ചലിക്കും. ശക്തമായി പരിശുദ്ധാത്മാ പറഞ്ഞു, വിശ്വസിക്കുന്നവന് വേണ്ടി വാക്ക് ചലിക്കും. വാവ് റംഷാദ റഖമസേ റിബ ലഖമസേ. In the mighty power ആ സാന്നിധ്യത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് ഹോളിനകത്ത് പകരട്ടെ. വിശ്വസിക്കുന്നവന്റെ വേണ്ടി ഇന്ന് യേശുവിൻ്റെ ശബ്ദം ഒരു വിടുതലായി ചലിക്കാൻ പോകുകയാ. നീ പറഞ്ഞ വാക്ക് കിലോമീറ്ററുകൾക്കപ്പുറം, നീ പറയുന്ന വാക്ക് രാജ്യങ്ങൾക്കും അപ്പുറം ആമേൻ അതിൻ്റെ പ്രവൃത്തി ചെയ്തിട്ട് തിരിച്ചു വരുവാൻ തക്കവണ്ണം ഒരു ദൈവത്തിന്റെ തീ നിന്റെ നാവിന്മേൽ സ്വർഗം പകരട്ടെ. Holy Spirit Shara Dhuraba Raba Sekeri Yamthenia Rebel Kamanagadaga Shaidi Birigadaga Rakshas Kamanagadaga say mighty power. Amen. Glory. Regaduramanagadaga Shaidi Birigadaga Rakshas Kamanagadaga say Hallelujah. പരിശുദ്ധാത്മാ പറയുന്നു, ചില വാക്കുകൾക്ക് ശക്തിയുള്ളത് തെളിയിക്കാൻ പോവുക. ബൈബിൾ പറയുന്നു, ഏലിയാവ് എനിക്കും നിങ്ങൾക്കും സമ സ്വഭാവമുള്ള മനുഷ്യൻ. മനസ്സിലായെങ്കിൽ കരമുയർത്തി ഹല്ലേലൂയ പറ. എന്നെപ്പോലെ നിങ്ങളെപ്പോലെ തിന്ന് ജനിച്ച് ജീവിച്ച മനുഷ്യൻ.
പക്ഷെ ഒറ്റ പ്രത്യേകതയുള്ളൂ, പുള്ളി മരിക്കാതെ എടുക്കപ്പെട്ടു. ഹല്ലേലൂയ, ആമേൻ. ഞാൻ നിങ്ങളോട് പറയാം, എനിക്കും നിങ്ങൾക്കും സമസ്വഭാവമുള്ള മനുഷ്യൻ. പുള്ളി ഒരു ദിവസം എഴുന്നേറ്റ് രാജാവിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, രാജാവേ, ഞാൻ പറയാതെ ഇനി മഞ്ഞും പെയ്യത്തില്ല, മഴയും പെയ്യത്തില്ല. പുള്ളിയുടെ വാക്കിന് കരുത്തില്ലെന്ന ആഹാബ് വിചാരിച്ചത്. ആണ്ടൊന്ന് കഴിഞ്ഞപ്പം മനസ്സിലായി, സീസണുകൾ മാറിയിട്ടും മഴമേഘം അടുക്കുന്നില്ല. അവരാൽ കഴിയുന്ന പോലെ ബാലിൻ്റെ പ്രവാചകന്മാരും അക്ഷേര പ്രവാചകന്മാരും മന്ത്രവാദികളും ആഭിജന്മാരും ഒത്തൊരുമിച്ച് വിളിച്ചിട്ടും ദേശത്തിനകത്ത് കാർമേഘമോ മഴയോ വരാതെ സകലതും അതിരിന് പുറത്ത് കിടന്ന് കറങ്ങിയപ്പോൾ ഒരു കാര്യം പിടികിട്ടി, ഏലിയാവെന്ന അഭിഷിക്തന്റെ വാക്കിന് വിലയുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പറയുക, യേശുവിൻ്റെ വാക്കിന് മാത്രമല്ല വില, അഭിഷേകമുള്ള നിന്റെ വാക്കിന്. വിശ്വസിക്കാൻ ആളുണ്ടെങ്കിൽ ഇന്ന് പകം നിന്നോട് പരിശുദ്ധാത്മാവ് പറയുക, ചില ആഹാബുമാരുടെ മുമ്പിൽ തെളിയും, ചില ആഹാബുമാരുടെ മുമ്പിൽ തെളിയും. നിന്നെ ശപിച്ചവരുടെ മുമ്പിൽ തെളിയും, നിന്നെ ദുഷിച്ചവരുടെ മുമ്പിൽ തെളിയും, നിനക്ക് വിരോധം പറഞ്ഞവരുടെ മുമ്പിൽ തെളിയും. ഇന്ന് പകൽ ദൈവ സാന്നിധ്യത്തെ ഇതിനകത്ത് സ്വീകരിപ്പാൻ കഴിയുന്നവർ ആഭിചാരകന്മാര് മന്ത്രവാദികള് കിണഞ്ഞു പരിശ്രമിച്ചിട്ട് നടക്കാത്തത് നിന്റെ വാക്കിന്റെ മുൻപിൽ അത് കീഴടങ്ങുന്നത്, അത് ഉടയുന്നത് ഈ ദിവസങ്ങളിൽ കാണാം. Receive the fire. Rakshas Kamanagadaga, Rantal Kamanagadaga, Shidi Birigadaga, Rakshas Prodi Biri. അത്യുന്ന റഗൽ കമനകടക ശന്തൽ പ്രൗഢി ബിരികടകസേ. മകത്വം ചിലതിനെ തൊടുന്ന പകലായുന്ന ചില വാക്കുകൾക്ക് ശരത്തേക്കാൾ വേഗം വരാൻ പോവുകയാ, അതിനേക്കാൾ മൂർച്ച വരാൻ പോവുകയാ. ചില വാക്കുകൾ ദേശങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ശാപങ്ങളെ അഴിക്കാൻ പോവുകയാ. ചില വാക്കുകൾ കുടുംബങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ശാപങ്ങളെ പൊട്ടിക്കാൻ പോവുകയാ. ഇന്ന് പകൽ ഏലിയാവിന്റെ വാക്കിന് കാർമേഘത്തെ അതിരി വയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ പകലിൽ നിന്റെ ശബ്ദം ദേശത്തിന്മേൽ ചില അതിരുകളെ വയ്ക്കട്ടെ. Yes. Yes. Holy Spirit. Jesus. പരിശുദ്ധാത്മാവ് പറയുന്നു, ശരത്തേക്കാൾ വേഗം, അതിനേക്കാൾ മൂർച്ച ചില വാക്കുകൾക്ക് പരിശുദ്ധാത്മാവ് നൽകാൻ പോവുക. ഇത് വിശ്വസിക്കുന്ന ശതാധിപനെ പോലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാത്രം. ഇല്ലാതെ കബർനഹൂമിൽ ലക്ഷങ്ങൾ കാണും, അവർക്കൊന്നും ചലിക്കുകയില്ല. വിശ്വസിക്കുന്നവർ വാക്ക് ധാരാളമാണ്. വിശ്വസിക്കുന്ന അഭിഷേകത്തിൽ പറയുന്ന വാക്ക് ധാരാളമാണ്. വിശ്വസിക്കുന്നവൻ ആത്മാവിൽ പറയുന്ന വാക്ക് ധാരാളമാണ്. ഇന്ന് പകലിൽ ശക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ. മൂർച്ചയുള്ള വാക്കുകൾ ചിലതിൻ്റെ നാവിൽ പുറത്തു വരും. Rakshas Kamanagadaga, Shandal Kamanagadaga, Atuna Regal Kamanagadaga, Shaina Proudibirigadaga, Regal Kamanagadaga, Shandal Kamanagadaga. Yeshuvinda Namatil Jayam, Jayam, Jayam. Come on, come on, come on. 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഏലിയാവിൻ്റെ വാക്കിന് വിലയുണ്ടെന്ന് കാർമേഘത്തെ വിളിച്ചു വരുത്തി ഏലിയാവ് തെളിയിക്കുക. പുതിയ നിയമത്തിനകത്തും യേശുവിൻ്റെ വാക്കിന് വിലയുണ്ടെന്ന് യേശു തെളിയിക്കുക. വിശ്വസിച്ച ശതാധിപൻ പറയുന്നു, അങ്ങ് വരണ്ട, പകരം വാക്കയച്ചാൽ ഞാൻ വീട്ടിലെത്തുന്നതിന് മുൻപ് അവിടെ സംഭവിക്കും. ആമേൻ. യേശു പറയുന്നു, എൻ്റെ വാക്കിന് കരുത്തുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്കിനും കരുത്ത് വരും. ആമേൻ. പ്രസംഗിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു പോയിൻ്റോടെ പറഞ്ഞങ്ങ് നിർത്തുക. യേശു പറയും, എൻ്റെ വാക്കിന് കരുത്തുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സമസ്വഭാവിയായിരുന്ന ഏലിയാവിൻ്റെ വാക്കിന് കരുത്തുണ്ടെങ്കിൽ ഈ തലമുറയിൽ നിങ്ങളുടെ വാക്കിന് കരുത്ത് വരും.
ഒന്നാമത് തമ്പുരാൻ തെളിയിച്ചത് ആദ്യം പേർ വിളിച്ച് കൂടെ നിർത്തിയ മീൻപിടുത്തക്കാരൻ എന്ന പത്രോസിനെയാണ്. അന്ന് എൻ്റെ തമ്പുരാൻ വിളിക്കുമ്പോൾ പറഞ്ഞത്, പത്രോസേ, നീ ഇന്ന് മീൻ പിടിക്കുക, പക്ഷെ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും. എൻ്റെ ചിന്തയിൽ ഇങ്ങനെ വെളിപ്പെട്ടു, രാവും പകലും വല വീശിയാൽ ഒരു നൊത്തോലി കിട്ടാത്തവൻ എങ്ങനെ മനുഷ്യനെ പിടിക്കും? ഇന്ന് പകൽ ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞ് ആമേൻ അവൻ ഒതുങ്ങിക്കിടക്കുമ്പോൾ കർത്താവ് കൊടുത്ത വാഗ്ദത്തം, എടാ വലയിട്ട മീന് കയറത്തില്ല, പക്ഷെ എൻ്റെ വാഗ്ദത്തം നിന്റെ മേൽ വീണാൽ ആമേൻ വരാത്ത മീനല്ല, അവിടെ മനുഷ്യൻ കൂട്ടത്തോടെ കയറും. ഓ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, receive the power. Rivam jana thera riyakshasiya rival kamanagadaga shandal proudi virigadaga athuna rakshas kamanagadaga shaidi virigadaga ശക്തമായി പരിശുദ്ധാത്മാ പറയുന്നു, മീന് കയറുന്നത് നിന്റെ ജ്ഞാനമാ, പക്ഷെ മനുഷ്യൻ കയറുന്നത് ദൈവത്തിന്റെ പരിജ്ഞാനമാ. Holy, holy, Holy Spirit, Holy Spirit, Holy Spirit. Ribalakhamashiki riyamtheniya. Rakshaskamanagadaga shaidibirigadaga ragalkamanagadaga shandalkamanagadaga. Amen. 3.5 വർഷം കൂടെ നിർത്തി പത്രോസിനെ കൊണ്ട് യേശു നടക്കുക. അറ്റ് ലാസ്റ്റ് പത്രോസേ, നീ പറഞ്ഞാലും ചലിക്കും. കർത്താവ് തെളിയിച്ചത് ഒരു കുടിലിനകത്തല്ല, ജെറുസലേമിൻ്റെ അകത്താണ്. കർത്താവരോട് പറഞ്ഞു, വലയിട്ട നൊത്തോലി കയറാത്ത നിന്റെ വായെ ഞാൻ തൊടും. നീ ഒറ്റ പ്രസംഗം പ്രസംഗിച്ചപ്പോ ആദ്യത്തെ വലയിൽ കയറിയത് 3000 പേരാ. വെള്ളത്തിൽ നിന്ന് സ്നാനപ്പെട്ട് കയറിയതെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ വാക്കിന് കരുത്തുണ്ടെന്ന്. യെസ്, ലോകത്തിന്റെ മുമ്പിൽ തെളിയിക്കാൻ ഹോളി ഫയർ ശബറകബസേ ഈ ദിവസങ്ങൾ ദൈവം തയ്യാറാ. വിശ്വസിക്കുന്നവന്റെ മേൽ അത് സംഭവിക്കട്ടെ. വിശ്വസിക്കുന്നവന്റെ മേൽ സംഭവിക്കട്ടെ. വിശ്വസിക്കുന്നവന്റെ മേൽ സംഭവിക്കട്ടെ. റിബല പ്രൗഢി ബിരിഗടക രക്ഷസ്കമനഗടക റിയംതന റിബലക്കമ റത്തോനിയ റിബക്ഷമനഗടക ശൈദി ബിരിഗടകസേ. വിശ്വസിക്കുന്നവന്റെ മേൽ അത് സംഭവിക്കട്ടെ. ഓ, തീർന്നില്ല. ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേരെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത് ദൈവരാജ്യത്തിനകത്ത് കയറ്റിയെങ്കിൽ കർത്താവ് തെളിയിച്ചു, നിന്റെ വാക്കിന് പവറുണ്ട്. യേശു പറഞ്ഞു, എൻ്റെ വാക്കിന് മാത്രമല്ല ശക്തി, എന്നിൽ വിശ്വസിക്കുന്നവന്റെ വാക്കിനും ശക്തി വെളിപ്പെടുന്ന കാലമാ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ വാക്കിനും അധികാരം വെളിപ്പെടുന്ന കാലം. അധികാരം വെളിപ്പെടുന്ന കാലം. അധികാരം വെളിപ്പെടുന്ന കാലം. Holy Spirit, Rabalabalabashandal kamanagadaga ragadura managadaga. പത്രോസേ, യേശുവിൻ്റെ ശക്തി നിന്റെ നാവിന്മേലുണ്ട്. തീ നിന്റെ നാവിന്മേലുണ്ട്. പത്രോസ് അടുത്ത് തെളിയിക്കുന്ന തെളിപ്പ് ഇങ്ങനെയാണ്. താൻ നടന്നു പോകുമ്പോൾ 40 വർഷം വയസ്സുള്ള 40 വർഷം പഴക്കമുള്ള ഒരു മുടന്തൻ വഴിയിലിരിക്കുക. കൈ നീട്ടി ചോദിച്ചു, എന്തെങ്കിലും തരണം. പുള്ളി തിരിച്ചു പറഞ്ഞു, നീ ചോദിക്കുന്നതൊന്നും എൻ്റെ കയ്യിലില്ല. നീ ചോദിക്കുന്നതൊന്നും എൻ്റെ കയ്യിലില്ല. എൻ്റെ കൈവശമുള്ളത് വേണേ നിനക്ക് തരാം. യേശുവിൻ്റെ നാമമല്ലാതെ എൻ്റെ കയ്യിലൊന്നുമില്ല. ഈ നാമം മാത്രമല്ല പുള്ളി കൊടുത്തത്. നീട്ടിയ കയ്യിൽ യേശുവിൻ്റെ നാമം വച്ചേച്ചു പറഞ്ഞു, എഴുന്നേൽക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുക, മീൻ പിടിച്ച് നടന്നവന്റെ വാക്ക് ജനനം മുതൽ മുടം തീരുന്നവന്റെ നരിയാണികളെ ഉറപ്പിച്ച് അവനെ എഴുന്നേൽപ്പിപ്പാൻ ആ വാക്കിന് കരുത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്തും പറയുന്നു, ഹേ, നിന്റെ വാക്കിന് കരുത്ത്. ഓ അത് സംഭവിക്കാൻ പോവുകയാണ്.
നീ പറഞ്ഞാൽ ദേശാധിപതികൾ മുട്ടുമടക്കാൻ പോവുകയാ. നീ പറഞ്ഞാൽ പൈശാചിക ആധിപത്യങ്ങൾ അടിയറവ് പറയാൻ പോവുകയാ. ആയുധം വെച്ച് കീഴടങ്ങാൻ പോവുക. ശരത്തേക്കാൾ വേഗത്തിൽ നിന്റെ വാക്ക് ദേശങ്ങളിൽ ചലിക്കട്ടെ, കുടുംബങ്ങളിൽ എത്തട്ടെ, പട്ടണങ്ങളിൽ ക്രോസ് ചെയ്യട്ടെ, അതിരുകൾ ക്രോസ് ചെയ്യട്ടെ. യേശുവിൻ നാമത്തിൽ ഈ പകൽ receive the power. വൻകരകൾ താണ്ടട്ടെ, രാജ്യങ്ങൾ ക്രോസ് ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ വാക്കിന്റെ മേൽ തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ. തീ കത്തട്ടെ. ഈ അഭിഷേകത്തിന്റെ തീ നാവുകളുടെ മേൽ ഇറങ്ങട്ടെ, നാവുകളുടെ മേൽ ഇറങ്ങട്ടെ, നാവുകളുടെ മേൽ ഇറങ്ങട്ടെ. ഹോ, നാവിന്മേൽ, 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 നാവിന്മേൽ. ഹോ, റിസീവ്, റിസീവ്. സ്വീകരിക്കുന്നവർ സ്വീകരിച്ചോ, സ്വീകരിക്കുന്നവർ സ്വീകരിക്കട്ടെ. നിന്റെ നാവ് രോഗങ്ങളെ പൊട്ടിക്കാൻ, ഒറ്റ വാക്കുകൊണ്ട് ചിലതിനെ പൊട്ടിക്കാൻ ഇതൊരു തീയായി. Holy Spirit, Holy Spirit, Holy Spirit, യേശുവിൻ നാമത്തിൽ ഈ പകലിൽ അത് സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ. പരിശുദ്ധാത്മാവ് പറയുന്നു, നാവിൽ തീ തൊട്ടാൽ നിന്റെ വാക്കുകൾ അസ്ത്രം പോലെ ചലിക്കാൻ പോവുക, അസ്ത്രം പോലെ ചലിക്കാൻ പോവുകയാ. മർക്കോസിന്റെ മാളിക മുറിയുടെ അകത്ത് എപ്പോഴാണോ പത്രോസിന്റെ നാവിൽ തീ കയറിയത്, മുടന്തൻ പറയും, ഈ വാക്കൊന്ന് കിട്ടിയാ മതി, ജനനം മുതൽ 40 കൊല്ലം അനുഭവിച്ചെടുത്തെന്ന് ഞാൻ ഉയരും. ആത്മാവിന്റെ തീ നിന്റെ വാക്കിലൂടെ ചലിക്കാൻ തുടങ്ങിയാൽ കേൾക്കുന്ന ചിലർ എഴിക്കാൻ പോവുക, കേൾക്കുന്ന ചിലർ എഴുന്നേൽക്കാൻ പോവുകയാണ്, കേൾക്കുന്ന ചിലർ വിടുവിക്കപ്പെടാൻ പോവുകയാണ്, കേൾക്കുന്ന ചിലർ അവൻ വിടുവിക്കപ്പെടാൻ. നിന്റെ വാക്കുകളിൽ തീ ചലിക്കട്ടെ. ഞാൻ ഇന്ന് പകൽ അങ്ങനെ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ വാക്കുകളിൽ അഗ്നി ചലിക്കണം, അഗ്നി ചലിക്കണം. അതിരുകൾ ക്രോസ് ചെയ്യപ്പെടാൻ പോവുകയാണ്. നിന്റെ വീട്ടിനകത്തോ മുറിക്കകത്തോ മാത്രം ഒതുങ്ങി നിന്ന വാക്കുകൾ ദൈവത്തിൻ്റെ കൃപയുടെ നിറവിൽ അത് പട്ടണങ്ങളെ ക്രോസ് ചെയ്യും, രാജ്യങ്ങളെ ക്രോസ് ചെയ്യും. നിന്റെ വാക്ക് കിടന്നുപോയ പലതിനെയും എഴുന്നേൽപ്പിക്കാൻ തക്കവണ്ണം അസാധാരണമായ ദൈവത്തിന്റെ തിരി ഇറങ്ങട്ടെ. Receive the power, ഇറങ്ങട്ടെ. Receive the power, ഇറങ്ങട്ടെ. Receive the power, ഇറങ്ങട്ടെ. മഹത്വം, മഹത്വം, മഹത്വം ഇറങ്ങട്ടെ. തീയുടെ സാന്നിധ്യം ചലിക്കട്ടെ. റന്തൽ കമന ഘടക ശബ്ദേ റീബൽ പ്രൗഢി ബിരി ഘടക രക്ഷസ് കമന ഘടക. മഹത്വം ചലിക്കട്ടെ, മഹത്വം ചലിക്കട്ടെ. Holy Spirit, റംബല്ല ഹോസിയാധന രക്ഷസ് കമന ഘടക. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേക്കാമോ? എൻ്റെ നാവിന്മേൽ തീ തൊടട്ടെ. എൻ്റെ വാക്കുകൾ ശരത്തേക്കാൾ വേഗത്തിൽ പാസ് ചെയ്യട്ടെ. നീ എവിടെയാണോ പ്രാർത്ഥിക്കുന്നത്, ആർക്കാണോ പ്രാർത്ഥിക്കുന്നത്, ആ വാക്കവിടെ എത്തട്ടെ. ഒരൊറ്റ വാക്ക് മതി. ചിലർ വീട്ടിനകത്തുനിന്ന് എഴുന്നേക്കും. ഒരൊറ്റ വാക്ക് മതി. ചിലത് വീട്ടിനകത്തുനിന്ന് ഉയർന്നു വരും. വാവ് വാവ്. ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ
ഞാനൊരു വീഡിയോ ക്ലിപ്പുണ്ട്, പാസ്റ്റർ ക്രിസ് ഒക്കലഹോമിയുടെ വീഡിയോ. ആമേൻ. അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ 9 സ്ട്രക്ചറുകൾ ബെഡിൽ കൊണ്ട് 9 രോഗികളെ കിടത്തുക. ലൈവായിട്ടത് കാണിക്കുന്നുണ്ട്. 9 ബെഡിൽ വലിയ ജനക്കൂട്ടമുണ്ട്, വലിയ ആൾക്കൂട്ടമുണ്ട്. ആമേൻ. 9 ബെഡുകളിൽ ഈ രോഗികളെ എഴുന്നേക്കാൻ വയ്യാത്തവർ, പല വ്യാധികളാൽ പിടിപ്പെട്ട നടക്കാൻ കഴിയാതെ കിടക്കുന്ന 9 പേർ ഇദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ കൊണ്ട് കിടത്തുക. ഞാൻ കണ്ടതാണ്. ആമേൻ. വീഡിയോ കണ്ടതാണ്, ഞാൻ പോയി കണ്ടതല്ല. ഞാൻ ആ കണ്ട കാര്യം ഞാൻ പറയുക. പഴയ ലെവലൊക്കെ മാറി. ചെന്ന് കൈ വെച്ചിട്ട് എഴുന്നേക്കുക എന്ന് പറയുന്ന ലെവലൊക്കെ മാറി. ഇദ്ദേഹം ചെന്നിട്ട് വന്നു, അദ്ദേഹം എണ്ണാൻ തുടങ്ങി. 1 2 3 4 5 6 7 8 9. 9 കട്ടിൽ എണ്ണി വെച്ച് പറഞ്ഞു, 9 പേരും എഴുന്നേൽക്കട്ടെ. പറഞ്ഞ് തീരേണ്ട താമസം 9 എണ്ണവും കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേൽക്കുക. ഞാൻ നിങ്ങളോട് പറയാ, ഒറ്റ വാക്കുകൊണ്ട് 9 കട്ടിലേക്ക് കിടന്നവരെ കർത്താവ് സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് അവൻ ചിലതിനെ ക്രോസ് ചെയ്യുന്ന വാക്കുകൾ, അഭിഷേകമുള്ള നിന്നിൽ നിന്ന് പുറത്തു വരാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവന്റെ നാവിന് ദൈവം തൊടുക. വിശ്വസിക്കുന്നവന്റെ നാവിനെ പരിശുദ്ധാത്മാവ് തൊടുക. വിശ്വസിക്കുന്നവന്റെ നാവിനെ ദൈവം തൊടുകയാ. റീബൽ കമനഘടക അന്തൽ പ്രൗഢിപിരിഘടക അക്ഷസ്കമനഘടകസി അത്യുന റഗൽ കമനഘടക അത്തോനിയ രക്ഷസ്കമനെ റീബൽ കമനഘടക രംധേനിയ. വിശ്വസിക്കുന്നവന്റെ നാവിനെ ഇന്ന് പരിശുദ്ധാത്മാവ് തൊടുകയാ, തൊടുകയാ, തൊടുകയാ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, നിന്റെ ഒരു വാക്ക് ചില രോഗികളെ എഴുന്നേൽപ്പിക്കാൻ പ്രാപ്തനാകാൻ പോവുക. നിന്റെ ഒറ്റ വാക്ക് ചില ശരീരങ്ങൾക്ക് ബലം കൊടുക്കാൻ നിന്നെ പ്രാപ്തനാക്കാൻ പോവുക. Come on, receive them. Holy fire. തൊടട്ടെ, തൊടട്ടെ, തൊടട്ടെ. ആത്മസാന്നിധ്യം തൊടട്ടെ, പരിശുദ്ധാത്മാവ് തൊടട്ടെ. ഇന്ന് പകല് ദൈവശക്തി ചലിക്കട്ടെ. റിസീവ് ദ അനോയിന്റിംഗ്, റിസീവ് ദ അനോയിന്റിംഗ്, റിസീവ് ദ അനോയിന്റിംഗ്. കൃപ ഇറങ്ങട്ടെ, കൃപ ഇറങ്ങട്ടെ. ദൈവകൃപയുടെ പകർച്ച ഇതിനകത്ത് ചലിക്കട്ടെ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. അഭിഷേകത്തിന്റെ കൈ ഇതിനകത്ത് നിങ്ങളെ തൊടുന്ന പകൽ, അഭിഷേകത്തിന്റെ കൈ ഇതിനകത്ത് നിങ്ങളെ തൊടുകയാ. നിങ്ങളുടെ വാക്കുകളുടെ മേൽ ഒരു കരുത്ത് വരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന വാക്കുകളുടെ മേൽ ഒരു അഭിഷേകം നിറയട്ടെ. എത്ര ദൂരത്താണെങ്കിലും ആ വാക്ക് ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ തക്കവണ്ണം ചിലതിന്റെ മേൽ ചലിക്കട്ടെ. റിസീവ് ദ പവർ.